എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മളുടെ ബുയോങ് ആണെങ്കിൽ ജിയാങ്ങിൻ്റെ അടുത്ത് സത്യം പറയുന്നതാ. അതായത് അവൾ യഥാർത്ഥത്തിൽ ഈ ബോഡിയുടെ ഓണറല്ല, പകരമായിട്ട് വേറൊരു ആത്മാവാണ് ഈ ബോഡിയിലുള്ളത് എന്ന്. അവളിവിടെ പറയും, ഈ ബ്ലൂ മാർക്ക് എന്നാണ് എൻ്റെ കണ്ണിൽ വന്നത് അന്ന് തൊട്ട് എനിക്ക് എല്ലാം ഓർമ്മയുണ്ട് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ജിയാങ് ഭയങ്കരമായിട്ട് ഷോക്കാവും. അതേസമയം തന്നെ അവിടെയായിട്ട് നമ്മളുടെ ക്രൗൺ പ്രിൻസും വരും. ഇവനെ കാണുന്നതും ജിയാങ് പെട്ടെന്ന് തന്നെ ബുയോങ്ങിന്റെ കണ്ണങ്ങ് പൊത്തിപ്പിടിക്കും. ക്രൗൺ പ്രിൻസ് വന്നിട്ട് ചോദിക്കുന്നത് തന്നെ ഇവിടെ എല്ലാം ഓക്കെ അല്ലേ എന്നാ. ജിയാങ് അതെ എന്ന് പറയുന്ന ക്രൗൺ പ്രിൻസ് അവിടെ നിന്ന് പോവും. അവിടെയായിട്ട് ജിയാങ് നമ്മളുടെ ബുയോങ്ങിന്റെ അടുത്ത് പറയും, നീ എന്തായിരുന്നാലും ഈ കണ്ണിലെ മാർക്ക് ആരും തന്നെ കണ്ടുപിടിക്കാൻ അനുവദിക്കരുത് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ബുയോങ്ങിന്റെ അമ്മ മാസ്റ്ററിന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നതാ. അവര് പറയും, എന്റെ മോളുടെ ദേഹത്തായിട്ട് ആ നക്സുവിന്റെ ആത്മാവിന് ഇപ്പൊ എല്ലാം ഓർമ്മ വന്നതുപോലെ തോന്നുന്നേ എന്ന്. എന്നാൽ നമ്മുടെ മാസ്റ്റർലി അവിടെ പറഞ്ഞ് മനസ്സിലാക്കും, അതുകൊണ്ട് വേറെ ആപത്തൊന്നുമില്ല. എന്താന്ന് വെച്ചാൽ ബുയോങ്ങിന്റെ ആത്മാവും അവളുടെ ശരീരത്തിൽ തന്നെയുണ്ട്, അതുകൊണ്ട് അവൾക്ക് യാതൊരു ആപത്തും സംഭവിക്കത്തില്ല എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ ബുയോങ് ജിയാങ്ങും അതേപോലെ ക്രൗൺ പ്രിൻസും കൂടി ചേർന്നിട്ട് നമ്മളുടെ ആ അസ്ഥിക്കൂടത്തിനകത്തിരുന്ന ഐസ് സ്റ്റോൺ പോലത്തെ സംഭവമില്ലേ അത് വന്നിട്ട് എടുക്കുന്നതാ. അവര് നോക്കുമ്പോൾ ഇത് ഐസ് സ്റ്റോണിനെ പോലെ തന്നെ ആയിരിക്കുന്നത്. അവിടെ നമ്മളുടെ ബുയോങ് പറയും, ഇതും ഒരു ഐസ് സ്റ്റോൺ തന്നെയാണ്. എങ്കിൽ ഇതിനകത്ത് ആകാശത്തിലെ പവേഴ്സ് ഇല്ല, നമ്മളുടെ ജിയാങ്ങിന്റെ ഐസ് സ്റ്റോണില് അതിന്റെയും പവേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഐസ് സ്റ്റോൺ യൂസ് ചെയ്തിട്ട് ഒരു മനുഷ്യന്റെ ആത്മാവിനെ വലിച്ചെടുക്കാനൊക്കെ നിഷ്പ്രയാസം സാധിക്കും എന്ന് നമ്മളുടെ ബുയോങ് പറയും. അവിടെയായിട്ട് നമ്മളുടെ ബുയോങ് പറയുന്നുണ്ട്, ഈ അസ്ഥിക്കൂടം ഉറപ്പായിട്ടും നമ്മളുടെ ജിൻ ഫാമിലിയിൽ തന്നെ ആരെങ്കിലും ഒരാളുടെ ആയിരിക്കും എന്ന്. ക്രൗൺ പ്രിൻസ് അവിടെ നമ്മളുടെ ജിയാങ്ങിന്റെ അടുത്ത് പറയും, ജിന്നിന് ഇപ്പൊ ഒരുപാട് സോൾ ഷിഫ്റ്റേഴ്സ് കൂടെയുണ്ട്, അയാളാണെങ്കിൽ ഈ ഒരു ഐസ് സ്റ്റോൺ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് മാർഗവും ചൂസ് ചെയ്യും, അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോ നിന്റെ കൂടെ നിൽക്കുന്നത് എന്ന് പറയും. നമ്മളുടെ ജിയാങ് ആണെങ്കിൽ ക്രൗൺ പ്രിൻസിനെ കാണാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു. യഥാർത്ഥത്തിൽ ക്രൗൺ പ്രിൻസിനാണെങ്കിൽ ഐസ് സ്റ്റോണിന്റെ പവേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതല്ലേ. എന്നാൽ ക്രൗൺ പ്രിൻസ് അവന്റെ മൈൻഡ് തന്നെ ചേഞ്ച് ആക്കിയത് ആ ഒരു ആമേനെ കാരണമാ. എന്താന്ന് വെച്ചാൽ അവന് മനസ്സിലായിട്ടുണ്ട് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യണമെന്ന്. പോരാത്തന്നെ നമ്മളുടെ ക്രൗൺ പ്രിൻസിന്റെ ആമ അവനെ കളഞ്ഞിട്ട് അവിടെ നിന്നും പോയിട്ടും ഉണ്ടായിരുന്നു. അത് കാരണം ക്രൗൺ പ്രിൻസിന് നല്ല സങ്കടവും ഉണ്ട്. നമ്മളുടെ ജിയാങ്ങിന്റെ അടുത്ത് പാർക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നത് തന്നെ ജിന്നിന്റെ പ്ലാനൊക്കെ നല്ല ഈസി ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ്. അയാളുടെ മെയിൻ ഉദ്ദേശം തന്നെ ആ ഒരു ഫയർ ബേർഡിനെ ആക്ടിവേറ്റ് ആക്കണം എന്നൊക്കെയാ. എന്നാൽ ആ ഫയർ ബേർഡ് ആക്ടിവേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബുയോങ് വിചാരിച്ചാലേ നടക്കത്തുള്ളൂ. ഇവിടെയായിട്ട് നമ്മളുടെ ക്രൗൺ പ്രിൻസ് ആണെങ്കിൽ ജിയാങ്ങിന്റെ അടുത്ത് പറയും, ഞാൻ അതുകൊണ്ട് തന്നെയാണ് ബുയോങ്ങിനെ ഈ ഒരു സ്പെല്ലിനകത്തോട്ട് കയറാൻ തന്നെ സമ്മതിച്ചത്, അല്ലെങ്കിൽ ജിൻ ഇവളെ യൂസ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിച്ച് വെച്ചേനെ എന്ന്. അവിടെ നമ്മളുടെ ജിന്നാണെങ്കിൽ ക്രൗൺ പ്രിൻസിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് അവൻ ഇന്നത്തെ ദിവസം അവന്റെ ആ ഒരു സീക്രട്ട് ഏജൻസിനെ മീറ്റ് ചെയ്യിപ്പിക്കാം, പോരാത്തതിന് അവരെ വെച്ചിട്ട് നമ്മളുടെ ആ ജിൻ ഫാമിലിനെ തകർത്ത് അവരുടെ പവേഴ്സ് എല്ലാം സ്വന്തമാക്കാം എന്ന്. ഇതെല്ലാം നമ്മുടെ ക്രൗൺ പ്രിൻസ് വന്നിട്ട് ജിയാങ്ങിന്റെ അടുത്തും പറയും, അതായത് ഇപ്പൊ നമ്മളുടെ ബുയോങ്ങിനെ ഒരു ഗേറ്റ് വഴി കടത്തി വിട്ടേക്കുക എന്നൊക്കെ. അവിടെയായിട്ട് നമ്മുടെ ക്രൗൺ പ്രിൻസിന്റെ ആ ആമയില്ലേ അത് എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട് നമ്മളുടെ ക്രൗൺ പ്രിൻസ് ഭയങ്കര ഷോക്കാവും. എന്താന്ന് വെച്ചാൽ ബുയോങ് അവളുടെ കൂടെ ഈ ഒരു ആമേനെയും കൊണ്ടുപോയിട്ടില്ലായിരുന്നോ, അതാണെങ്കിൽ അതിന്റെ വഴി കണ്ടുപിടിച്ച് നമ്മുടെ ക്രൗൺ പ്രിൻസിന്റെ അടുത്ത് എത്തിയിട്ടുമുണ്ട്. അങ്ങനെയാണ് നമ്മളുടെ ജിയാങ്ങും അതേപോലെ ക്രൗൺ പ്രിൻസും ആ ഒരു വാതിൽ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്തൂടി നമ്മളുടെ ബുയോങ്ങിന്റെ സ്ഥലത്തായിട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ സിയോങ് ആണെങ്കിൽ ഗുരുജിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാ. അവനിപ്പോ ഒരു മരുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കൊണ്ടൊന്ന് കാണിക്കുമ്പോൾ ഗുരുജി പറയും, ഈ മരുന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 മണിക്കൂറത്തേക്ക് സൗണ്ട് ഒന്നും കേൾക്കത്തില്ല, നമ്മൾ ഒരാളുടെ കൺട്രോളിലായി പോവുമോ എന്ന്. യഥാർത്ഥത്തിൽ സിയോങ്ങിന് ഈ മരുന്ന് കൊടുത്തതിന് നമ്മുടെ സോളിന്റെ അസിസ്റ്റന്റ് ഇല്ലേ അവനായിരുന്നു. അവിടെ സോളാണെങ്കിൽ അവളുടെ അസിസ്റ്റന്റ് അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അതായത് മുതോക്കിന്റെ കാര്യത്തിൽ അവൾക്ക് നല്ല സങ്കടമുണ്ട്, ജിൻ അവളെ കൺട്രോൾ ചെയ്ത് ഒരുപാട് ആൾക്കാരെ കൊല്ലിപ്പിച്ചായിരുന്നു എന്ന്. നമ്മുടെ സിയോങ്ങിന് ഇപ്പോൾ സത്യം എല്ലാം മനസ്സിലായിട്ടുണ്ട്. അതായത് നക്സു അല്ല യഥാർത്ഥത്തിൽ ആൾക്കാരെ കൊന്നത്, പകരം ജിന്നായിരുന്നു അവളെ കൺട്രോൾ ചെയ്ത് ഒരു പപ്പറ്റിനെ പോലെ യൂസ് ചെയ്തത് എന്ന്. അങ്ങനെ നമ്മുടെ സിയോങ് അവിടെ പാർക്കിന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയും, ജിയാങ്ങിനെ യഥാർത്ഥത്തിൽ കൊന്നത് നക്സു അല്ല, പകരം ആ ജിന്നാണ് അവളെ മാനിപ്പുലേറ്റ് ചെയ്തത് എന്ന്. അവിടെ നമ്മുടെ പാർക്ക് പറയും, ജിയാങ്ങിന് മാത്രമേ ഇനി നമ്മളുടെ ജിന്നിനെ തടയാൻ പറ്റത്തുള്ളൂ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ക്രൗൺ പ്രിൻസിനെയാ. അവൻ അവിടെ പറയും, അതായത് അവനിപ്പോൾ എമർജൻസി ആയിട്ട് ആ ജിന്നിനെ കാണാൻ പോയേ പറ്റത്തുള്ളൂ. എന്താന്ന് വെച്ചാൽ അവന്റെ സീക്രട്ട് ഏജൻസിനെ ഇന്ന് ക്രൗൺ പ്രിൻസിനെ മീറ്റ് ചെയ്യിപ്പിക്കുക എന്നാ പറഞ്ഞേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ആ പാർക്കിനെയും അതേപോലെ സിയോങ്ങിനെയൊക്കെയാണ്. അവരവിടെ പറയുന്നുണ്ട്, ഇന്ന് നമ്മളെല്ലാവരോട് ചേർന്നിട്ട് ജിന്നിനെ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. എന്താന്ന് വെച്ചാൽ അവനിപ്പോൾ ഒരുപാട് ദുഷ്ടത്തരല്ലേ കാണിച്ചു വെച്ചേക്കുന്നത്. അവിടെയായിട്ട് നമ്മുടെ വളർത്തമ്മയെടുത്ത് പാർക്ക് പറയാൻ തുടങ്ങും, നീ എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യണം, ഞങ്ങൾ എല്ലാവരും പോയി ഫൈറ്റ് ചെയ്തിട്ട് വരാമെന്ന്. അതേപോലെ തന്നെ നമ്മളുടെ സിയോങ് ഇല്ലേ, അവനാണെങ്കിൽ ആ ജിന്നിന്റെ സീക്രട്ട് റൂമിൽ പോയിട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ജിയാങ്ങിനെയാണ്. അവനാണെങ്കിൽ അവിടെ ബുയോങ്ങിന്റെ അടുത്ത് പറയും, എനിക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് നീ യഥാർത്ഥത്തിൽ ആരാ എന്ന്, നിന്നെ കൊണ്ട് മാത്രമേ ഞാൻ ഇവിടെ നിന്ന് ഇനി പുറത്തോട്ട് പോവത്തുള്ളൂ എന്നും പറഞ്ഞിട്ട് അവനവിടെ ഒരു പ്രോമിസ് ചെയ്യും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മളുടെ ആ ജിന്നില്ലേ, അവനാണെങ്കിൽ ക്രൗൺ പ്രിൻസ്
ഫ്രണ്ട്സിനെ കൊണ്ടുവന്ന് അവന്റെ ആ ആൾക്കാരില്ലേ, അതായത് സോൾ ഷിഫ്റ്റേഴ്സ്, അവരെയൊക്കെ കാണിക്കുന്നതാ. ഇവിടെ നമ്മളുടെ ജിന്ന് പറയുന്നത് തന്നെ പണ്ട് ഇവിടെ തരിശു ഭൂമിയായിട്ട് കിടന്നപ്പോൾ ഒരു മേഘസ് ഈ ഒരു ഐസ്റ്റോണിന്റെ പവർ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ മഴ തന്നെ വരുത്തിച്ചത്. ആ ഒരു പ്രൊസീജിയർ തന്നെ നമ്മൾ ഇനിയും ഫോളോ ചെയ്യും. നമുക്ക് ഇവിടെ ഒരു വലിയ സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുക്കണം എന്നൊക്കെ നമ്മളുടെ ജിന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്നേ നമ്മുടെ ക്രൗൺ പ്രിൻസ് അവിടെ പറയും, എനിക്കെന്തോ ഇത് ശരിയായിട്ട് തോന്നുന്നില്ല, നിങ്ങൾ ഇതെല്ലാം ഇവിടെ വെച്ച് നിർത്തണം എന്ന്. എന്നാൽ നമ്മളുടെ ജിന്ന് അതൊന്നും കേൾക്കാൻ റെഡി ആയിരുന്നില്ല. ജിന്ന് പറയും, നിങ്ങൾ ഇവിടം വരെ എത്തിയിട്ട് എന്റെ കൂടെ നിൽക്കാതെ മാറിപ്പോവാൻ പോവാന്നോ? ഇതൊരിക്കലും ശരിയല്ല, നിങ്ങൾ എന്റെ കൂടെ നിന്നേ പറ്റത്തോളം എന്ന് പറഞ്ഞ് ക്രൗൺ പ്രിൻസിനെ വരട്ടാൻ തുടങ്ങും. അതേസമയം തന്നെ അവിടെയായിട്ട് നമ്മളുടെ സിയോങ്ങും അതേപോലെ പാർക്കും അതേ ടൈമിൽ തന്നെ നമ്മളുടെ ജിയാങ്ങില്ലേ, അവനും ആ ഒരു ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് വരുന്നുണ്ട്. അവിടെയായിട്ട് നമ്മുടെ ക്രൗൺ പ്രിൻസ് ജിന്നിന്റെ അടുത്ത് പറയും, ഞാൻ യഥാർത്ഥത്തിൽ നിങ്ങളുടെ കൂടെയല്ല, പകരം ജിയാങ്ങിന്റെ കൂടെയായെന്ന്. ഞാൻ നിങ്ങളുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ റെഡിയാണെന്നും പറഞ്ഞിട്ട് അവിടെ വലിയൊരു ഫൈറ്റിംഗ് തന്നെ നടക്കും. നമ്മളുടെ ജിയാങ് ആണെങ്കിൽ ജിന്നിനെ പിടിക്കാൻ വേണ്ടിയിട്ട് വരും. അവനാണെങ്കിൽ അവിടെയായിട്ട് ഒരുപാട് ഇല്യൂഷണറി ഡോർസ് ക്രിയേറ്റ് ചെയ്യും. അവിടേക്ക് നമ്മളുടെ ജിയാങ് വന്നിട്ട് അവനും പലതായിട്ട് സ്പ്ലിറ്റായി നമ്മളുടെ ജിന്നിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കും. അവനവന്റെ പവേഴ്സ് ഫുള്ളി യൂസ് ചെയ്യുന്നുണ്ട്. അവിടെയായിട്ട് അവസാനം നമ്മളുടെ ഈ ജിയാങ് ജിന്നിനെ പിടിക്കുകയും ചെയ്യും. ഇവിടെ ജിയാങ് ആണെങ്കിൽ അവന്റെ പവേഴ്സിന്റെ മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 79 സോൾജേഴ്സ് ഉണ്ടെങ്കിൽ അവനെ എല്ലാവരെയും ഒറ്റയടിക്ക് തന്നെ കൊന്നു കളയുന്നത്. അവസാനം നമ്മളുടെ ജിന്നാണെങ്കിൽ അവിടെ നിന്ന് പേടിച്ചോടിപ്പോവും. അവൻ എത്തുന്നത് തന്നെ നമ്മളുടെ ബുയോങ്ങിനെ ഒരു ജയിലിലോട്ട് പറഞ്ഞു വിട്ടില്ലേ, ആ ഒരു വാതിലിന്റെ മുമ്പിലായിട്ടായിരുന്നു. അവിടെ വന്ന് നോക്കുന്നതും ജിന്ന് കാണും. അതായത് അതിന്റെ സൈഡിലായിട്ട് ഐസ്റ്റോൺ ഇരിക്കുന്നത്. അവൻ അങ്ങനെ അത് പിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതും അവൻ ആ ഗേറ്റിന്റെ അകത്തായിട്ട് അങ്ങ് പോകും. ഇപ്പൊ നമ്മുടെ ബുയോങ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ജിന്ന് വന്ന് നോക്കുമ്പോൾ ആ സെയിം അസ്ഥിക്കൂടത്തിന്റെ അകത്തായിട്ട് ഐസ്റ്റോൺ ഇരിക്കുന്നതാണ്. അവനത് കണ്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കും. അതെടുത്ത് അങ്ങോട്ട് യൂസ് ചെയ്യാൻ വരുന്നതും അവിടേക്ക് നമ്മളുടെ ബുയോങ് വരും. അപ്പോൾ അവൻ പറയും, നീ എന്നെ ഇതിന് വേണ്ടിയിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന്. ബുയോങ് അങ്ങനെ ആ ഒരു പവേഴ്സ് ഒക്കെ ഒന്ന് ആക്ടിവേറ്റ് ആക്കുന്നതും ആ ഒരു ഐസ്റ്റോൺ അങ്ങ് ബ്ലാക്ക് കളറിലാവും. ഇവിടെയായിട്ട് ഈ ഐസ്റ്റോൺ നമ്മളുടെ ജിന്നിന്റെ ആത്മാവില്ലേ, അതിനെ അബ്സോർബ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ജിന്നിനൊന്നും മനസ്സിലാവത്തില്ല. അവൻ ചോദിക്കും, ഇവിടെ എന്തുവാ നടക്കുന്നേന്ന്. അവിടെ നമ്മളുടെ ബുയോങ് പറയും, നിങ്ങളും ഇപ്പോൾ ഒരു സോൾ ഷിഫ്റ്ററായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലേ മാസ്റ്ററെ എന്ന് അവളിങ്ങനെ ചോദിക്കും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ ജിന്നിനെ മനസ്സിലാവും, അതായത് ഇവക്കിപ്പോൾ നക്സുവിന്റെ ഓർമ്മയെല്ലാം വന്നിട്ടുണ്ട് എന്ന്. അതായത് ഇവിടെ നക്സു ആണെന്ന് അയാളിപ്പോൾ കൺഫേം ആക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മളുടെ സിയോങ്ങും ക്രൗൺ പ്രിൻസും എല്ലാവരും കൂടി വന്നിട്ട് നമ്മളുടെ ജിയാങ്ങിനെ എഴുന്നേപ്പിക്കുന്നതാണ്. അവനിപ്പോൾ ഭയങ്കര വീക്കായിട്ടുണ്ടായിരുന്നു. അവിടെ എല്ലാവരും ചോദിക്കും, അതായത് ബുയോങ്ങിനെ ഇനി രക്ഷിക്കണ്ടേ എന്ന്. ജിയാങ്ങിനിപ്പോൾ ഒരു ചുവട് പോലും വെക്കാനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ നമ്മളുടെ ക്യൂനറിയും, അതായത് ജിന്നാണെങ്കിൽ ആ ഒരു ജയിലിലായിട്ട് പോയിട്ടുണ്ട് എന്ന്, ഇനി അവൻ ഒരിക്കലും തിരിച്ചു വരത്തില്ല എന്ന്. ഇത് കേട്ടിട്ട് ക്യൂൻ ഭയങ്കരമായിട്ട് വിഷമിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോൾ ജിന്നിന്റെ കൂടെ എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്യാൻ നിന്നത് തന്നെ അവർക്ക് ഈ ബോഡിയിൽ നിൽക്കണ്ട. ആക്ച്വലി ഈ ബോഡി എന്ന് പറയുന്നത് ആ വിച്ചിന്റെ ആയിരുന്നില്ലേ, അവരുടെ ബോഡി ഇപ്പോൾ യഥാർത്ഥത്തിൽ നശിച്ചു പോയില്ലേ. അതുകൊണ്ട് തന്നെ ക്യൂനിന് സോൾ ഷിഫ്റ്റ് ചെയ്യണം എന്ന ആഗ്രഹം. അങ്ങനെ അവരവിടെ കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞ് കാണിക്കുന്നേ നമ്മളുടെ ബുയോങ് ആണെങ്കിൽ ആ ഒരു ജയിലിന്റെ അകത്തായിട്ട് ട്രാപ്പായി കിടക്കുന്നതാണ്. അവക്ക് തന്നെ അറിയത്തില്ല എങ്ങനെയാണ് ഈ പുറത്തോട്ട് വരണ്ടേ എന്ന്. അവൾ യഥാർത്ഥത്തില് ജിൻ ഫാമിലിയുടെ ആ ഒരു ടോക്കൺ ഇല്ലേ, അത് കണ്ടുപിടിച്ചിട്ടല്ലേ അവക്ക് വരാൻ പറ്റത്തുള്ളൂ. അവിടെ നോക്കുമ്പോൾ എന്തുവാ, നമ്മളുടെ ആമയാണെങ്കിൽ ഇവളുടെ മുമ്പിൽ കൂടി എവിടോട്ടോ നടന്നു പോകുന്നുണ്ട്. അത് പോകുന്നത് തന്നെ ഒരു വെള്ളത്തിന്റെ അടുത്തായിട്ടായിരുന്നു. നോക്കുമ്പോൾ അതിന്റെ അകത്ത് ആ ഒരു ടോക്കൺ കിടക്കുന്നതാണ്. അങ്ങനെ നമ്മളുടെ ബുയോങ് അത് എടുത്തുകൊണ്ട് പുറത്തേക്ക് വരും. ഇവിടെ നമ്മളുടെ ബുയോങ്ങിന്റെ അമ്മയ്ക്കും അവളുടെ അനിയത്തിക്കും ബുയോങ്ങിനെ കാണുന്ന ഭയങ്കര സന്തോഷവും. അവിടെയായിട്ട് നമ്മളുടെ സിയോങ് ഇവളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. സിയോങ് വന്നിട്ട് ബുയോങ്ങിന്റെ അടുത്ത് നടന്ന കാര്യങ്ങളൊക്കെ പറയും. അതായത് അന്ന് നമ്മുടെ നക്സുവിന്റെ ദേഹത്തായിട്ട് എല്ലാം കൺട്രോൾ ചെയ്തത് ആ ജിന്നായിരുന്നു. അവനൊരു കേഴ്സ് യൂസ് ചെയ്തിട്ട് അവളെ നല്ലതുപോലെ കൺട്രോൾ ചെയ്താണ് എല്ലാവരെയും കൊല്ലിച്ചത് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ബുയോങ്ങിന് ഓർമ്മ വരും. അതായത് ആ ഒരു ടൈമിൽ അവളും എന്തോ ഒരു ബെല്ല് പോലത്തെ സംഭവം കേട്ടായിരുന്നു എന്ന്. ഇതറിയുന്നത് നമ്മളുടെ ബുയോങ്ങിന് കുറച്ച് ആശ്വാസമായിരുന്നു. അതേസമയം തന്നെ നമ്മളുടെ ജിയാങ്ങിനെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര വീക്കല്ലേ, അവന് ചുറ്റുമായിട്ട് കുറെ ആത്മാക്കൾ കിടന്ന് കറങ്ങുന്നുണ്ട്. അതായത് അവർക്ക് എല്ലാവർക്കും ഐ സ്റ്റോൺ വേണം എന്നും പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ ബുയോങ് ആണെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ വന്നിട്ട് ആ ജിൻ ഫാമിലിയുടെ ടോക്കൺ കാണിച്ചിട്ട് പറയുന്നത്, ഞാനാണ് ഈ ഫാമിലിയുടെ മൂത്ത മോള്, ഞാൻ അതുകൊണ്ട് ഇതിനെ സ്വന്തമാക്കി ഇനി ഞാനായിരിക്കും ഇവിടുത്തെ ലീഡർ എന്ന്. പോരാത്തതിന് അവൾ പറയും, ജിന്നാണെങ്കിൽ ഐ സ്റ്റോണിനെ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ആ ജയിലിലായിട്ട് ട്രാപ്പായി കിടപ്പുണ്ട്, അവനിപ്പോൾ മരിച്ചു പോയിട്ടുണ്ടാവും എന്ന്. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ആ ക്യൂനില്ലേ, അവരാണെങ്കിൽ ആ സിയോങ്ങിന്റെ അങ്കിളുമായിട്ട് ചേർന്നിട്ട് ജിന്നിപ്പോൾ ഏത് ജയിലിലാണോ ട്രാപ്പായി
ട്രാപ്പായി കിടക്കുന്ന അതിന്റെ മുമ്പിലായിട്ട് വന്ന് അതിനകത്തായിട്ട് കയറി പോകുന്നതാ. അവിടെ ചെന്ന് നോക്കുമ്പോൾ ജിന്നിപ്പോൾ ഒരുവിധം മരിക്കാറായി കിടക്കുമായിരുന്നു. നമ്മളുടെ ഈ സിയോങ്ങിന്റെ അങ്കിളില്ലേ, അയാൾ അവിടെ ചെന്നിട്ട് ഇയാളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കും. പെട്ടെന്ന് തന്നെ ക്യൂനിനെ കാണുന്നതും ജിന്ന് എന്തോ ചെയ്യുമെന്നറിയാവോ, അവരുടെ ദേഹത്തുള്ള ആ ഒരു വൈറ്റ് സ്റ്റോണിന്റെ ഒരു ചെറിയ അംശമില്ലേ, അതായത് സോൾ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അതിനെ അങ്ങ് പുറത്തെടുക്കും. എന്നിട്ട് പറയും, നിങ്ങൾ പോലും അറിയാണ്ട് നിങ്ങളുടെ ഉള്ളിലായിട്ട് ഞാൻ ഈ ഒരു സംഭവം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന്. എന്നിട്ട് അയാൾ ആ ക്യൂനെ അങ്ങ് കൊന്നുകളയും. എന്നിട്ട് അവിടെയായിട്ട് നമ്മുടെ ആ സിയോങ്ങിന്റെ അങ്കിളില്ലേ, അയാളുമായിട്ട് നമ്മളുടെ ജിന്നാണെങ്കിൽ സോള് ഷിഫ്റ്റ് ചെയ്യും. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ഈ ജിന്നാണെങ്കിൽ സിയോങ്ങിന്റെ അങ്കിളുടെ ദേഹത്തായിട്ട് കയറിയിട്ട് നമ്മളുടെ ആ രാജാവിനെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും മുമ്പിലായിട്ട് വരുന്നതാ. രാജാവ് നമ്മളുടെ ജിന്നെ കണ്ട് ഭയങ്കര ഷോക്കായിരുന്നു. അവിടെയായിട്ട് ജിന്നു പറയും, ഞാനിപ്പോൾ സോൾ ഷിഫ്റ്റ് ചെയ്താണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന്. രാജാവിന് അവന്റെ പവേഴ്സ് കണ്ടിട്ട് ഭയങ്കര ഇംപ്രസ്ഡ് ആവും. കൂടെ തന്നെ രാജാവിന്റെ കൂടെ ആയിട്ട് എല്ലാ മേജേഴ്സും ഉണ്ടായിരുന്നു. അവരെല്ലാവരോട് ചേർന്ന് നമ്മളുടെ ജിന്നിന്റെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. ജിന്നിപ്പോൾ നല്ല വീക്ക് ആയതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്ന ഒരു സെർവന്റിന്റെ ആ ഒരു ആത്മാവിനെ അയാൾ അക്സെപ്റ്റ് ചെയ്തിട്ട് അയാൾ ഭയങ്കര പവർഫുൾ ആവും. ഇവിടെയായിട്ട് നമ്മുടെ ക്രൗൺ പ്രിൻസ് ഇതെല്ലാം അറിയും. അതായത് രാജാവും ഇപ്പോൾ ആ ജിന്നിന്റെ കൂടെ ചേർന്നേക്കുവാണ്. കറക്റ്റ് സമയത്ത് തന്നെ അവിടേക്ക് ജിന്നു വരും. എന്നിട്ട് രാജാവും വന്നിട്ട് പറയും, അതായത് ക്രൗൺ പ്രിൻസിന്റെ ആ ഒരു ഗോൾഡൻ ബാഡ്ജിനെ ഞാനിപ്പോൾ എടുത്ത് മാറ്റുക, ഇനി ക്രൗൺ പ്രിൻസിന് ഇവിടെ നിന്ന് എങ്ങോട്ടേക്കും പോകാൻ പറ്റത്തില്ല എന്ന്. അതേസമയം തന്നെ ഈ മേജസ് എല്ലാവരോട് ചേർന്നിട്ട് നമ്മളുടെ ആ ജിൻ ഫാമിലിയിലെ അവിടെ വന്നിട്ട് അവിടെയുള്ള ആ മാന്ത്രിക ഉപകരണങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആ ഗുഹ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതാ. എന്നാൽ നമ്മളുടെ ബൂയോങ്ങിന്റെ അമ്മ അതിന് റെഡി ആവത്തേ ഇല്ല. അവിടേക്ക് ജിൻ വന്നിട്ട് അവനവന്റെ പവേഴ്സ് യൂസ് ചെയ്ത് നമ്മുടെ ബൂയോങ്ങിന്റെ അമ്മേനെ അറ്റാക്ക് ചെയ്യും. എന്നിട്ട് പറയും, ഞാൻ ആരാന്ന് നിനക്ക് മനസ്സിലായോ, ഞാൻ ജിന്നാണ്, എനിക്ക് ആ ഫയർ ബേർഡ് വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ അയാൾ ഭയങ്കരമായിട്ട് ഫോഴ്സ് യൂസ് ചെയ്ത് ആ ഗുഹയ്ക്കകത്തായിട്ട് കയറാൻ നോക്കും. നമ്മുടെ ബൂയോങ്ങിന്റെ അമ്മയുടെ അവസ്ഥ ഭയങ്കര മോശമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ജിൻജോയില്ലേ, അവൾ അവിടുത്തെ ആ ഒരു ഗുഹയങ്ങ് ഓപ്പൺ ചെയ്തു കൊടുക്കും. അങ്ങനെ നമ്മുടെ ഈ ജിന്നാണെങ്കിൽ അകത്ത് കയറിയിട്ട് ആ ഫയർ ബേർഡിന്റെ ആ ഒരു സ്റ്റാച്ചു ഇല്ലേ, അതിനെ എടുത്തുകൊണ്ട് പോകും. അത് ആ ഒരു ഗുഹയ്ക്കകത്ത് നിന്ന് എടുക്കുന്നതും പെട്ടെന്ന് തന്നെ ഗുഹ അവിടെ തകർന്ന് വീഴാനായിട്ട് ഒരുങ്ങും. അവിടെയായിട്ട് നമ്മളുടെ ഈ ബൂയോങ്ങിന്റെ അമ്മയാണെങ്കിൽ പറയും, മോളെ നീ വേഗം തന്നെ പാർക്കിന്റെ അടുത്തൊക്കെ ചെന്ന് ഹെൽപ്പ് ചോദിക്കണം, അവർക്ക് മാത്രമേ നമ്മളെ സഹായിക്കാൻ പറ്റത്തുള്ളൂ എന്ന്. അവിടെയായിട്ട് നമ്മളുടെ വളർത്തമ്മയും എത്തിയിട്ടുണ്ടായിരുന്നു. വളർത്തമ്മയും അതേപോലെ ബൂയോങ്ങിന്റെ അമ്മയും കൂടി ചേർന്ന് ആ ഒരു ഗുഹയിലെ അത് തകർന്ന് വീഴുന്നതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരതിന്റെ അകത്തോട്ട് കയറും. എന്നിട്ട് ബൂയോങ്ങിന്റെ അമ്മ അവരുടെ ഫുൾ പവേഴ്സ് യൂസ് ചെയ്ത് അത് തകർന്ന് വീഴുന്നതെന്ന് രക്ഷിക്കാൻ നോക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്നേ അവിടെയായിട്ട് നമ്മുടെ പാർക്ക് വരുന്നതാണ്. അയാളാണെങ്കിൽ ആ ഗുഹയ്ക്കകത്ത് കയറാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ ഗുഹയ്ക്കകത്തോട്ട് എൻ്റർ ആവാനേ പറ്റത്തില്ല. അയാളുടെ മാക്സിമം പവേഴ്സ് ഒക്കെ യൂസ് ചെയ്യും. എന്നാൽ അവിടെയായിട്ട് നമ്മുടെ വളർത്തമ്മ പറയും, നിങ്ങൾ എന്നെ മറന്നേരെ, എന്തായിരുന്നാലും നിങ്ങൾ എല്ലാവരുടെ പ്രതികാരം ചോദിക്കണം, നിങ്ങൾ പോയി ആ ഫയർ ബേർഡിന്റെ കാര്യം നോക്കെന്നും പറഞ്ഞിട്ട് നമ്മുടെ വളർത്തമ്മ പറഞ്ഞു വിടാൻ നോക്കും. അവിടെയായിട്ട് നമ്മുടെ ജിന്ന് വരും. എന്നിട്ട് നമ്മുടെ പാർക്കിനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകാനൊരുങ്ങും. പാർക്ക് ഇപ്പോൾ നല്ല സങ്കടത്തിലായിരുന്നു. അവൻ വന്ന് നോക്കുമ്പോൾ രാജാവും എല്ലാ മേജേഴ്സും എല്ലാം കൂടി ഒരുമിച്ച് നിന്നിട്ട് ആ ഒരു ഫയർ ബേർഡിനെ ആക്ടിവേറ്റ് ആക്കി ആൾക്കാരെല്ലാം കൊല്ലാനുള്ള പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇത് കാണുന്നത് നമ്മുടെ പാർക്ക് പറയും, ഞാൻ ഒരിക്കലും നിങ്ങളെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതിക്കത്തില്ല, ഞാൻ ഉറപ്പായിട്ട് ഇത് തടയുമെന്നും പറഞ്ഞിട്ട് പാർക്ക് അവന്റെ മാക്സിമം പവേഴ്സ് യൂസ് ചെയ്ത് അവിടെ നല്ലതുപോലെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അവനാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒരു ഫയർ ബേർഡിന്റെ സ്റ്റാച്ചുവിനെ എടുത്തുകൊണ്ട് പോകാനായിട്ട് ഒരുങ്ങുന്നതും പെട്ടെന്ന് തന്നെ അവിടേക്ക് ജിന്ന് വന്നിട്ട് നമ്മുടെ പാർക്കിനെ ബാക്കിൽ നിന്ന് കുത്തും. അങ്ങനെ നമ്മുടെ പാർക്ക് അവിടെ മരിച്ചു വീഴും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ജിയാങ് അവിടേക്ക് നടന്നു വരുന്നത്. നമ്മളുടെ ആ പാർക്കിന്റെ സ്കൂളിലായിട്ട് 3 ഡെഡ് ബോഡീസിന്റെ ആ ഒരു ബോക്സ് ഇരിക്കുന്ന കാണുന്ന ഇത് കണ്ടാവും ഭയങ്കര ഷോക്കായി പോകും. അവിടെ നമ്മളുടെ ജിൻജോയും പാക് ജിന്നും ഒക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. ഈ 3 പേരുടെയും ഡെഡ് ബോഡി എന്ന് പറഞ്ഞ് വേറെ ആരുമല്ല, നമ്മളുടെ പാർക്കും വളർത്തമ്മയും അതേപോലെ തന്നെ ബൂയോങ്ങിന്റെ അമ്മയും ആയിരുന്നു. ഇതിനകത്ത് നമ്മുടെ വളർത്തമ്മയുടെയും ബൂയോങ്ങിന്റെ അമ്മയുടെയും പൊടി പോലും ഇല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഗുഹ ഇടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പാർക്ക് നിൽക്കുന്ന സ്ഥലമില്ലേ, അവിടെ ഫുള്ള് തീ കത്തി നശിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അയാളുടെയും ബോഡി കിട്ടിയിട്ടില്ല. ഇവിടെയായിട്ട് നമ്മുടെ ക്രൗൺ പ്രിൻസും അതേപോലെ തന്നെ സിയോങ് ഒക്കെ പറയും, ഈ ശവകുടീരുമല്ല ഇപ്പൊ കാലിയാണ്. പോരാത്തിന്റെ രാജാവ് ഇപ്പൊ ആ ജിന്നിന്റെ കൂടെ ചേർന്നിട്ട് എല്ലാവരും അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുവാണ്, അതും ആ ഫയർ ബേർഡിനെ യൂസ് ചെയ്ത്. ഇവിടെ നമ്മുടെ ജിയാങ് എല്ലാവരുടെയും പറയും, യഥാർത്ഥത്തിൽ ഇവർ 3 പേര് ഇപ്പോഴും ജീവനോടെയുണ്ട്, ആർക്കും ഒന്നും തന്നെ പറ്റിയിട്ടില്ല എന്ന്. ഇവിടെ എന്തുവാ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബൂയോങ് ഇല്ലേ, അവൾക്ക് അവളുടെ പവേഴ്സ് എല്ലാം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അവൾ തന്നെയാണ് ആ ഒരു ഗുഹയ്ക്കകത്തോട്ട് എൻ്റർ ആയിട്ട് എല്ലാവരെയും രക്ഷിച്ചത്. നമ്മുടെ മാസ്റ്റർ ലീക്കാണെങ്കിൽ അവൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഫയർ ബേർഡ് എവിടെയാ എന്ന്. അങ്ങനെ മാസ്റ്റർ ലീ അത് തിരക്കി വരുമ്പോഴത്തേക്ക് അവിടെ വെച്ചിട്ട് നമ്മളുടെ മാസ്റ്റർ ലീ ആണെങ്കിൽ പാർക്കിനെ കാണും. അങ്ങനെ പാർക്കിനെ
നാക്കിനെയും രക്ഷിച്ചെടുക്കും. ഇവിടെയായിട്ട് നമ്മളുടെ ജിയാങ് നല്ല സങ്കടത്തിലായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ കയ്യിലായിട്ട് ഇപ്പോൾ ആ 2 ജേഡും ഇരിക്കുന്നത് കാണും. നമ്മുടെ മാസല്ലി ബൂയോങ്ങിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നക്സുവിന്റെ സോള് ഉടനെ തന്നെ ബൂയോങ്ങിന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയേ പറ്റത്തുള്ളൂ എന്ന്. അത് ഉടനെ തന്നെ വിട്ടുപോവുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ മാസല്ലി ആണെങ്കിൽ ജിയാങ്ങിനും ബൂയോങ്ങിനും വേണ്ടിയിട്ട് ഒരു വെഡിങ് തന്നെ കണ്ടക്ട് ചെയ്യും. അതായത് 2 പേരും മാത്രമുള്ളത്. അവിടെ അവർ 2 പേരും നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്യും. അവിടെയായിട്ട് നമ്മുടെ ബൂയോങ് ആണെങ്കിൽ ജിയാങ്ങിന്റെ അടുത്ത് വന്നിട്ട് പറയും, അതായത് നമ്മൾ 2 പേരും ഒരിക്കലും മീറ്റ് ചെയ്യാനേ പാടില്ലായിരുന്നു, നമ്മൾ 2 പേരുടെയും ഫേറ്റേ അങ്ങനെയാണ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ബൂയോങ് ഭയങ്കര സങ്കടപ്പെട്ട് ജിയാങ്ങിന്റെ കയ്യിലായിട്ട് കോർത്തു പിടിക്കും. എന്നിട്ട് അവൻ ആ 2 സ്റ്റോണും അങ്ങ് കൊടുക്കും. അവിടെയായിട്ട് നമ്മുടെ ബൂയോങ് അവസാനമായിട്ട് അവന്റെ മുഖത്ത് നോക്കിയ ഐ ലവ് യു പറഞ്ഞ് അവിടെ ബോധം കെട്ടങ്ങ് വീഴും. അതായത് ഇപ്പൊ നക്സുവിന്റെ ആത്മാവ് കംപ്ലീറ്റ്ലി അവളുടെ ശരീരത്തിൽ നിന്ന് പോയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് ബൂയോങ്ങിന്റെ ആത്മാവാണ്. യഥാർത്ഥത്തിൽ ബൂയോങ് എന്ന് പറയുന്നത് 200 വർഷങ്ങൾക്ക് മുന്നേ നമ്മളുടെ ഈ ഐസ്റ്റോൺ കണ്ടുപിടിച്ച മാസ്റ്റർ ഇല്ലേ, അയാളുടെ കാമുകിയായിട്ടുള്ള ഒരു പെണ്ണിനെ പറ്റി പറയുന്നില്ലേ, ഒരു ലവ് ലെറ്റർ എഴുതിയ പെണ്ണ്, അവളുടെ അതേ പുനർജന്മം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ബൂയോങ്ങിന് ഇത്രയും ഡിവൈൻ പവേഴ്സ് ഉള്ളത്. അവള് തന്നെയാണ് ജിൻ ഫാമിലിയിലുള്ള ആ ഒരു ഗുഹ തന്നെ കണ്ടുപിടിച്ചത്. അതുകൊണ്ട് തന്നെ അവൾക്ക് അവളുടെ പവേഴ്സിനെ കംപ്ലീറ്റ്ലി ഇപ്പൊ യൂസ് ചെയ്യാൻ തന്നെ പറ്റുന്നുണ്ട്. നമ്മുടെ ജിയാങ് നല്ല സങ്കടത്തിലായിരുന്നു. എന്താന്ന് വെച്ചാൽ നക്സു അവനെ ഒരിക്കൽ കൂടി ഉപേക്ഷിച്ചിട്ട് പോയില്ലേ, അതാലോചിച്ചിട്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നേ നമ്മളുടെ ക്രൗൺ പ്രിൻസ് ആണെങ്കിൽ ജിയാങ്ങിന്റെ അടുത്ത് വന്ന് പറയുന്നതാ, അതായത് ഇപ്പൊ ക്രൗൺ പ്രിൻസിന് ഒന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല, അവന്റെ കയ്യിലുള്ള ആ ഗോൾഡൻ ബാഡ്ജ് തന്നെ ഇപ്പൊ നഷ്ടപ്പെട്ടു എന്ന്. അവിടെ നമ്മുടെ ജിയാങ് അവന്റെ കയ്യിലുള്ള കിങ് സ്റ്റാറിന്റെ ആ ഒരു ഗോൾഡൻ ബാഡ്ജ് ഇല്ലേ, അതെടുത്ത് നമ്മുടെ ക്രൗൺ പ്രിൻസിന് കൊടുക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്ന ജിന്നാണെങ്കിൽ എല്ലാവരും വേണ്ടി ചേർന്നിട്ട് ആ ഫയർ ബേർഡിനെ ആക്ടിവേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നതാണ്. അവിടെയായിട്ട് നമ്മുടെ ക്രൗൺ പ്രിൻസ് കിങ്ങിനെ കാണാൻ വേണ്ടി വരും. എന്നിട്ട് പറയും, അതായത് രാജാവിന്റെ കിങ് സ്റ്റാറോട് കൂടി ജനിച്ചത് ഞാനാണ്, എന്റെ കയ്യിലാണ് ഇപ്പോൾ ആ ബാഡ്ജ് ഉള്ളത്, അതുകൊണ്ട് ഞാനാണ് ഇനി മുതൽ ഇവിടുത്തെ രാജാവ് എന്ന്. അങ്ങനെ അവിടെ വലിയൊരു ഫൈറ്റ് തന്നെ നടക്കും. എല്ലാവരും യുദ്ധം ചെയ്യാൻ തുടങ്ങും. അതേസമയം തന്നെ നമ്മുടെ സിയോങ് ആണെങ്കിൽ ബൂയോങ്ങിനെയും കൊണ്ട് ആ ഫയർ ബേർഡ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുമായിരുന്നു. അവളും ഇപ്പോൾ ഇവരുടെ കൂടെ ചേർന്നിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ മാക്സിമം ട്രൈ ചെയ്യുന്നത്. അതേസമയം തന്നെ നമ്മളുടെ ജിൻജോയില്ലേ, അവളാണെങ്കിൽ വെള്ളത്തിലെല്ലാം കിടക്കുന്ന ആ ഫയർ ബേർഡിന്റെ സ്റ്റാച്ചു ഇല്ലേ, അതിനെ എല്ലാം എടുത്ത് നശിപ്പിക്കാൻ നോക്കും. അതേസമയം തന്നെ നമ്മളുടെ ജിന്നാണെങ്കിൽ ആ മേഘസുമായിട്ടെല്ലാം ചേർന്നിട്ട് ആ ഫയർ ബേർഡിന്റെ ആ ഒരു സ്റ്റാച്ചു ഇല്ലേ, അതിനെ ആക്ടിവേറ്റ് ആക്കാൻ നോക്കുന്നേ, അതങ്ങ് പെട്ടെന്ന് തീ പിടിക്കും. ഇത് ചെയ്തത് വേറെ ആരുമല്ല, നമ്മളുടെ ജിയാങ് തന്നെയായിരുന്നു. ഇത് കാണുന്നതും എല്ലാവരും പറയും, നീ എന്തുവായി കാണിക്കുന്നത്, ഇത് കാരണം ഞങ്ങൾ എല്ലാവരും മരിച്ചു പോകത്തില്ലേ എന്ന്. എന്നാൽ നമ്മളുടെ ജിയാങ് അതിലൊന്നും കേടേ അല്ലായിരുന്നു. അവൻ പറയും, നിങ്ങളെ പോലുള്ളവരാരും ജീവിക്കാൻ ഒട്ടും അർഹരല്ല, നിങ്ങൾ നാട്ടുകാരെ കൊല്ലാൻ വേണ്ടിയിട്ടല്ലേ നോക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഫയർ ബേർഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവമാണ്. ഇതിനെ ഒരിക്കൽ ആക്ടിവേറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നീട് അത് പുറത്ത് വരാണ്ട് ഒരിക്കലും നമുക്കതിനെ ഡീആക്ടിവേറ്റ് ആക്കാനേ പറ്റത്തില്ല. ഫയർ ബേർഡ് പുറത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാ സ്ഥലവും തീ പിടിക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത. അവിടെ നമ്മുടെ ജിയാങ് ആണെങ്കിൽ ആ ഫയർ ബേർഡിന്റെ ആ ഒരു സ്റ്റാച്ചു ഇല്ലേ, അതിന് ചുറ്റാക്കിയിട്ട് നല്ലതുപോലെ തീ കൊടുത്തു. അതിനകത്തായിട്ട് നമ്മളുടെ ജിന്നും ബാക്കിയുള്ള മെഗസ് എല്ലാവരും കരിഞ്ഞ് ചാമ്പലായി പോവും. അവിടെയായിട്ട് എല്ലാവരും യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. വന്ന് നോക്കുമ്പോൾ എന്തുവാ, നമ്മളുടെ ജിയാങ് നിൽക്കുന്ന സ്ഥലത്ത് ഒരു മനുഷ്യൻ പോലും ഇല്ല. എല്ലാം കത്തിക്കരിഞ്ഞ് ചാമ്പലായിട്ടുണ്ട്. അവന്റെ കയ്യിലായിട്ട് ആ ഫയർ ബേർഡിന്റെ മുട്ടയും ഇരിപ്പുണ്ട്. പെട്ടെന്ന് തന്നെ അവൻ പറയും, ഇത് വേഗം തന്നെ ബുയോങ്ങിനെ എത്തിക്കണം, അവൾ ഇതിനെ ആക്ടിവേറ്റ് ആക്കും, നമുക്കപ്പോൾ പ്ലാൻ അനുസരിച്ച് തന്നെ എന്താന്ന് വെച്ചാൽ ചെയ്യാവെന്ന്. അങ്ങനെ നമ്മളുടെ സിയോങ് വേഗം തന്നെ ഇത് ബുയോങ്ങിന്റെ കൊണ്ടു കൊടുക്കും. അവൾ അങ്ങനെ ആ ഒരു ഫയർ ബേർഡിന്റെ മുട്ടേനെ നല്ലതുപോലെ ആക്ടിവേറ്റ് ആക്കി അതിനകത്തുനിന്ന് ഫയർ ബേർഡ് പുറത്തോട്ട് വരും. അത് നേരെ പറന്ന് മുകളിലോട്ടാ പോകുന്നത്. ദൂരെ ഒരു സ്ഥലത്തായിട്ട് നമ്മളുടെ ജിയാങ് അതിനെ പ്രതീക്ഷ നിൽക്കുന്നുണ്ടായിരുന്നു. ജിയാങ് യഥാർത്ഥത്തിൽ കിങ് സ്റ്റാറിൽ ജനിച്ചല്ലേ, അവനാണെങ്കിൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും ഫുൾ പവേഴ്സ് ഉണ്ട്. അതിന് പുറമെയായിട്ട് നമ്മളുടെ ബൂയോങ് അവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവന്റെ നിഴലായിട്ടും കൂടെയുണ്ട്. ഇവിടെയായിട്ട് ആ ഫയർ ബേർഡ് നേരെ വരുന്നതേ നമ്മളുടെ ജിയാങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവനും അവന്റെ ഫുൾ പവേഴ്സ് എടുത്തിട്ട് ആ ഒരു ഫയർ ബേർഡിനെ അറ്റാക്ക് ചെയ്ത് കൊല്ലാൻ വേണ്ടിയിട്ട് നോക്കും. അതിലവർ സക്സസ് ആവുകയും ചെയ്യും. ഈ ഒരു സംഭവം കാണുന്നതും എല്ലാവരും ഭയങ്കര ഷോക്കായി പോയായിരുന്നു. എന്താന്ന് വെച്ചാൽ ഫയർ ബേർഡ് എന്ന് പറഞ്ഞാൽ നാശം വിതയ്ക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒന്നല്ലേ. അവിടെയായിട്ട് ഇതെല്ലാം സക്സസ് ആവുന്നതും പെട്ടെന്ന് തന്നെ നമ്മുടെ ബൂയോങ് അവിടെ ബോധം കെട്ടങ്ങ് വീഴും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ബൂയോങ്ങിന്റെ ഉള്ളിലുള്ള 2 സോൾസിനെയാണ്. ഒന്നെന്ന് വെച്ചാൽ യഥാർത്ഥത്തിലെ ബൂയോങ്ങിൻ്റെതും മറ്റേത് നമ്മളുടെ നക്സുവിൻ്റെതും. അവിടെ ബൂയോങ് ആണെങ്കിൽ നമ്മളുടെ നക്സുവിൻ്റെ അടുത്ത് പറയും, നിനക്ക് വേണമെങ്കിൽ ഈ ബോഡീനെ കൈയടക്കാം. യഥാർത്ഥത്തിൽ ഞാൻ എന്തിനാണോ ജനിച്ചത് അതിന്റെ ജന്മോദ്ദേശം ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എനിക്ക് ഈ ബോഡിയിൽ നിൽക്കണമെന്ന് ഒരാവശ്യവും ഇല്ല. യഥാർത്ഥത്തിൽ
യഥാർത്ഥത്തിൽ ബുയോങ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ആ ഒരു രാജകുമാരിയുടെ സെയിം സോള് തന്നെയല്ലേ. അവൾക്കത് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ നമ്മുടെ നക്സുവിന് അവളുടെ ആ ഒരു ബോഡീനെ വിട്ടുകൊടുത്തിട്ട് യഥാർത്ഥ ബുയോങ് അവളുടെ ആ ശരീരത്തിൽ നിന്ന് തന്നെ മാഞ്ഞങ്ങ് പോവും. അത് കഴിഞ്ഞ് കാണിക്കുന്ന ഒരു വർഷത്തിന് ശേഷമുള്ള സംഭവമാണ്. അവിടെയായിട്ട് നമ്മുടെ പാർക്കും അതേപോലെ തന്നെ നമ്മുടെ വളർത്തമ്മയും കൂടി 2 ഇരട്ടക്കുട്ടികളെ ഇരുന്ന് ഹാൻഡിൽ ചെയ്യുന്നത് കാണിക്കും. അത് വേറെ ആരുടെയല്ല, നമ്മുടെ പാക് ജിന്നിനെയും അതേപോലെ തന്നെ ജിൻജോയില്ലേ, ഇവരെ രണ്ടുപേരുടെയും കുട്ടികളായിരുന്നു. അവിടെയായിട്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ നമ്മുടെ വളർത്തമ്മയ്ക്കും വൊമിറ്റിംഗ് ടെൻഡൻസി വരും. ഇത് കാണുന്നത് നമുക്ക് മനസ്സിലാവും, അതായത് ഇവിടെ നമ്മുടെ വളർത്തമ്മയും പ്രഗ്നന്റ് ആണ് എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്നേ നമ്മളുടെ സിയോങ്ങിനെയായിരുന്നു. അവനാണെങ്കിൽ ഇപ്പോൾ അവന്റെ നാട്ടിലോട്ട് തന്നെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുക. അവന്റെ വീട്ടിലുള്ള എല്ലാ സ്വത്തുക്കളുടെ അവകാശിയായിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഗുരുജിനെ കാണിക്കും. ഗുരുജിയുടെ ചെറുമോൾ ഇപ്പോൾ നമ്മുടെ ക്രൗൺ പ്രിൻസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടേക്ക് പോയിരിക്കുമായിരുന്നു. അവിടെയായിട്ട് ഗുരുജി ഭയങ്കരമായിട്ട് സന്തോഷിക്കും. അതായത് അയാളുടെ ചെറുമോൾ ഇനിയിപ്പോൾ അടുത്ത മഹാറാണിയാവാൻ പോകുക എന്ന് ആലോചിച്ചിട്ട്. എന്നാൽ നമ്മുടെ ക്രൗൺ പ്രിൻസിന് അതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ക്രൗൺ പ്രിൻസ് അവന്റെ ഗുരുജിയായിട്ട് ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് തന്നെ നമ്മുടെ മാസ്റ്റർ ലീനെയാണ്. മാസ്റ്റർ ലീ ആണെങ്കിൽ അവിടെയുള്ള കുട്ടികൾക്കെല്ലാം നമ്മളുടെ ജിയാങ്ങിന്റെയും ബുയോങ്ങിന്റെയും ഒക്കെ വലിയ വലിയ സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു കൊടുക്കും. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ ജിയാങ്ങിനെയും ബുയോങ്ങിനെയാണ്. അവർ രണ്ടുപേരും ഇപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. രണ്ടുപേരും ആ മരത്തിന്റെ മുകളിലായിട്ട് നിൽക്കുന്നത് കാണിക്കും. അവിടെ നമ്മളുടെ ജിയാങ്ങും ബുയോങ്ങും കൂടി ചെയ്യുന്നത് തന്നെ ജിൻ ഫാമിലിയിലുള്ള ആ ഗുഹയില്ലേ, അതിനകത്തുനിന്ന് രക്ഷപ്പെട്ടു പോയ ഒരുപാട് സ്പിരിറ്റ് ഉണ്ടായിരുന്നു. അതിനെയെല്ലാം കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർക്കാണെങ്കിൽ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു സ്പിരിറ്റ് ഉള്ളതുപോലെ ഫീൽ ചെയ്യും. അങ്ങനെ അവരതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പോകും. നമ്മളുടെ ജിയാങ് നോക്കാൻ നേരത്ത് ഒരു ഗുഹയിൽ നിന്ന് ഒരു പൂച്ചയുടെ ആത്മാവ് ഇറങ്ങി വരുന്നത് കാണിക്കും. പെട്ടെന്ന് തന്നെ അവന്റെ വാൾ ഇങ്ങനെ വലിച്ചുരുന്നത് വെച്ചിട്ടാണ് നമ്മളുടെ ഈ സെക്കൻഡ് സീസൺ ഇവിടെ അവസാനിക്കുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് സീരീസ് ആണ് കേട്ടോ ഇത്. എനിക്ക് ഈ ഒരു ആൽക്കമി ഓഫ് സോൾ എന്ന് പറയുന്ന സീരീസിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് തന്നെ നമ്മുടെ മുദോക്കിന്റെ ക്യാരക്ടറായിരുന്നു. അതേപോലെ തന്നെ ഒരു ഫേവറേറ്റ് ക്യാരക്ടറാണ് നമ്മളുടെ ജിയാങ്ങിന്റെ ക്യാരക്ടർ. അവന്റെ ആദ്യത്തെ ചൈൽഡിഷ്നെസ്സും അതേപോലെ തന്നെ രണ്ടാമത്തെ സീസണിലുള്ള അവന്റെ മെച്ചൂർഡ് ലുക്കും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഈ ഒരു സൂപ്പർ ഹിറ്റ് സീരീസ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമന്റ് ചെയ്ത് അറിയിക്കാം. അപ്പോൾ അടുത്തൊരു സൂപ്പർ ഹിറ്റ് ഡ്രാമയായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.